പപ്പ കോളേജിൽ എല്ലാവർക്കും ഐഫോൺ ഉണ്ട്, എനിക്കൊരു ഐഫോൺ മേടിച്ചു തരാമോ? ചോദിക്കുമ്പോ തരാനായിട്ട് ഇവിടെ പണം കായ്ക്കുന്ന മരം അവിടെ നട്ടു വെച്ചേക്കുമല്ലേ. പറയുമ്പോ ഇങ്ങനെ ഇട്ട് കുടിക്കാ മതി, പണം ചാടും. നിനക്കൊക്കെ കഷ്ടപ്പാടിന്റെ വില അറിയാവോ? ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത പിള്ളേരുണ്ട്. നിനക്കൊക്കെ സുഖമല്ലേ? പറയുമ്പോ പറയുന്നതെല്ലാം മേടിച്ച് തന്ന് അപ്പുറത്തെ ദീനയുടെ കൊച്ചിനെ നീ കണ്ടുപിടിക്കും. അതിനൊക്കെ കഷ്ടപ്പാടിന്റെ വില അറിഞ്ഞ് വളരുന്ന കൊച്ച, അതുകൊണ്ട് അതിനൊക്കെ അറിയാം ആ കഷ്ടപ്പാടിന്റെ വില. നിനക്കൊക്കെ എന്നാ അറിയാം? നിനക്കൊക്കെ എന്തിന്റെ കുറവാ ഇവിടെ? വെറുതെ പറഞ്ഞതാ മമ്മി, കേസ് വീട് ഇട്ടില്ലേ? രാവിലെ തുടങ്ങിയതല്ലേ ഈ ക്ലീഷേ ഡയലോഗ്സ്. കൊള്ളാം ജിക്കു, കൊള്ളാം. നിന്റെയൊക്കെ വായിന് ഇത് ഞാൻ കേക്കണം. 10 മാസം വയറ്റി കൊണ്ടു നടന്നേന്റെ നന്ദി. കാണിച്ചല്ലോ, അതേതായാലും നന്നായി ജിക്കു, നന്നായി. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി നിന്നെയൊക്കെ ഞാൻ വളർത്തിയത്. ഹലോ, 10 മാസത്തിന്റെ കണക്കൊന്നും പറയണ്ടേ. പിന്നെ 9ാം മാസം ഉണ്ടായി വെച്ച, അതുകൊണ്ട് 10 മാസത്തിന്റെ കണക്ക് പറയണ്ട, 9 മാസത്തിന്റെ കണക്ക്. 9 മാസമെങ്കിൽ 9 മാസം ഞാൻ വയറ്റി ചുമന്നില്ലേ നിന്നെ? അത് കണ്ടോ അവൾ അവിടെയും കണക്ക് പറഞ്ഞു. 10 മാസം എന്നുള്ളത് അവൾ 9 മാസമാക്കി കണക്ക് പറഞ്ഞു എന്നോട്. പെറ്റ തള്ളയോട് നീ. എനിക്കിത് വേണം, എനിക്കിത് വേണം. കണക്കായിട്ടല്ല പറഞ്ഞത് മമ്മിക്ക് എന്നാ പറയാ, നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും കണക്ക് അല്ലേ? അപ്പൊ 10 മാസം ഞങ്ങളെ വയറ്റിലിട്ടോണ്ട് അന്നേരം കണക്കല്ല. പെറ്റ തള്ളയുടെ വില അറിയണെങ്കിലേ ഞാനില്ലാത്ത ഒരു ദിവസം വരട്ടെ. അപ്പൊ നീയൊക്കെ മനസ്സിലാക്കി എന്റെ വില എന്നാന്ന്. അതുവരെ നിനക്കൊന്നും മനസ്സിലാവില്ല. നിനക്കൊക്കെ വേണ്ടതൊക്കെ ചെയ്തു തന്ന എന്റെ ജീവിതം ഇവിടെ അങ്ങനെ തീർക്കുമല്ലേ. രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് നിനക്കൊക്കെ വേണ്ടി മാത്രം ജീവിച്ചവളാ ഞാൻ.